ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, നമുക്കിത് സ്നാക്സ് ആയിട്ടും കഴിക്കാം. അധികം ചേരുവകളൊന്നും ഇല്ലാതെ നമ്മൾ എന്തുണ്ടാക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് അരിപ്പൊടി ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന 1 ഗ്ലാസ് 250 ml ആണ്. നിങ്ങളുടെ കയ്യിൽ വറുത്ത അരിപ്പൊടിയാണുള്ളതെങ്കിൽ പിന്നെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനിത് വറുത്തിട്ടില്ല, ഒന്ന് വറുത്തെടുക്കാം. തീ മീഡിയത്തിലിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കി കൊടുക്കുക. 5-10 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കാം. തീയുടെ ചൂടനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ വറുത്തെടുക്കേണ്ട സമയം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. വറുത്തെടുത്ത പൊടി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴും അരിപ്പൊടിയിലോട്ടാണ് ഉപ്പ് ചേർക്കാറ്. ഇപ്പം നിങ്ങൾ കുഴച്ചെടുക്കുന്ന വെള്ളത്തിലാണ് ഉപ്പ് ചേർക്കാറെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ഉപ്പ് ചേർത്തിട്ട് ഇളക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അപ്പോൾ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ചീകി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് ശർക്കര ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്തില്ലേ, അത് മതിയാവും. നിങ്ങളുടെ കയ്യിൽ നല്ല ശർക്കര അല്ലെങ്കിൽ കരടൊക്കെ ഉള്ളതാണെങ്കിൽ വെള്ളം തിളപ്പിക്കുന്നതിൻ്റെ കൂടെ ശർക്കര ചേർത്തിട്ട് ഉരുക്കിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് പറയണില്ല, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത്ര മതിയാവും. ഇനി ഒന്ന് ചെറുതായിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, വെറുതെ ഉരുട്ടിയെടുത്താലും മതി. ചെറിയ ഉരുളകളാക്കിയും നിങ്ങൾക്ക് വയ്ക്കാം. അധികം വലുപ്പത്തിൽ ചെയ്യണ്ട, എന്നാലും വെന്ത് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. തട്ടിൽ കുറച്ച് നെയ്യോ എണ്ണയോ തടവി കൊടുക്കുക കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇതുപോലെ വച്ചു കൊടുക്കാം. ഇനി ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ആവി കയറ്റിയെടുക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോർക്ക് വല്ലതും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. മാവൊന്നും പിടിച്ചു വരുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.